പൗലോസിന് യഹൂദന്മാരുടെ സുവിശേഷം പറയാൻ ഭയങ്കര ആഗ്രഹമാണ്. യഹൂദന്മാർക്കാണ് ഇവൻ്റെ പ്രസംഗം കേൾക്കാൻ ഒട്ടും ആഗ്രഹമില്ല. അങ്ങനെ കേട്ടില്ലേ? പക്ഷേ ഈ പുള്ളിക്ക് പഠിച്ചതെല്ലാം ഇവരുടെ അകത്തോണ്ട് ഇറക്കുകയും വേണം. അപ്പം നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലേ? നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് അവരുടെ അടുത്ത് കൊണ്ടിടും. എന്നാൽ ഇവർക്കിത് വേണ്ടെന്ന് അവസാനം ഇവനെ ചവിട്ടി അങ്ങ് പുറത്താക്കി. നിങ്ങളെ ഇല്ലാത്തടത്ത് ഒത്തിരി നിൽക്കണ്ട. നിങ്ങളെ ആവശ്യമില്ലാത്തടത്ത് ഒത്തിരി ഒന്നും നിങ്ങൾ നിൽക്കണ്ട. ഞാൻ പറയുന്നിടത്ത് നാളെ പള്ളി മാറാനല്ല ഞാൻ പറഞ്ഞു. ഉടനെ പുള്ളി പറയാണ്, ഞങ്ങൾ ഇനി ജാതികളുടെ ഇടയിലോട്ട് എന്ത് ചെയ്യുക? തിരിയുക. അപ്പം അത് തിരിയുക എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിന് പറയാ, അതിന് ദൈവത്തിൻ്റെ ഒരു ശബ്ദമുണ്ടോ, ഒരു പ്രവചനമുണ്ടോ? അവിടെ അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനമെടുക്കുക. ആ വചനം ഇങ്ങനെയാണ്: നീ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആ ദൂതൊന്ന് ശ്രദ്ധിച്ചേ. ഇദ്ദേഹം ജനിക്കുന്നതിന് ഏകദേശം 600 വർഷത്തിന് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചൊരു ദൂത് പുള്ളിയുടേതാക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വചനമെന്ന് പറയുന്നത് ആരുടെയും പേരിൽ എഴുതി വച്ചിരിക്കുന്നതല്ല, അത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്.